നമ്മളിനി കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ കൊച്ചിയിൽ മുഖ്യമന്ത്രിയായി എത്തിയ വി ഡി സതീശന് പൗരസ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. കൊച്ചിയുടെ സിനിമാ രംഗത്തെ പ്രമുഖരുടെ കൊച്ചി പൗരാവലിയുടെ ആദരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ജില്ലയിൽ നിന്നുള്ള 3 മന്ത്രിമാർക്കും നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ, ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടും പത്മഭൂഷൺ ഭരത് മമ്മൂട്ടി എന്നുള്ളത് ഒരു വലിയ പേരായി നിലനിൽക്കുമ്പോൾ തന്നെ ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഉള്ള സമയത്ത് മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കൊച്ചി നിവാസികളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന, നമ്മളോട് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ നാടിന്റെ വികസനത്തിനും ഈ നാടിന്റെ കരുതൽ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു നടൻ എന്നതിനപ്പുറമായി സംഭാവനകൾ നൽകിയിട്ടുള്ള, നമ്മൾക്കെല്ലാവർക്കും ഹൃദയബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ജനപ്രതിനിധികളെക്കാൾ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളെല്ലാം ഈ നാടിന്റെ നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ, നമ്മുടെ അഹങ്കാരമായ പ്രിയപ്പെട്ട മമ്മൂക്കയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ജനാധിപത്യ കേരളത്തിന്റെ മുഴുവൻ ജനകീയ വിഷയങ്ങളിലും തന്റെ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുള്ള, എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനായി 2011 ആദ്യമായി നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്കെല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ, ഒരു പാർലമെന്റേറിയൻ നിയമസഭാ സാമാജികൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കണം, എങ്ങനെയാണ് 2016 മുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് വായനയുടെ പുതിയൊരു ലോകത്തേക്ക് നമ്മൾ എത്തിക്കുന്നത്, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ഞങ്ങൾക്ക് മാർഗദർശിയായിട്ടുള്ള, അതിനെല്ലാം ഉപരി വലിയ പ്രതീക്ഷയോടുകൂടി കൊച്ചിയുടെ വളർച്ചയിലും വികസനത്തിലും കൃത്യമായ കാഴ്ചപ്പാടുള്ള, കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഒരു റെസ്പോൺസിബിൾ ഓപ്പോസിഷനായി മാത്രമല്ല, ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ മുന്നോട്ട് വെച്ച, അത് ജനങ്ങൾ അംഗീകരിച്ചതിന്റെ വലിയ പ്രതിഫലനമാണ് ഈ വലിയ കൂട്ടായ്മ. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി, പുതിയ തലമുറയുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനെ ഹൃദയപൂർവ്വം ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജില്ലയിൽ നമ്മൾക്കേറെ സന്തോഷമുണ്ട്. 3 മന്ത്രിമാരാണ്, വ്യത്യസ്തങ്ങളാർന്ന മേഖലയിൽ 3 മന്ത്രിമാരാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നാടിന്റെ വികസനത്തിന് ഏറെ പ്രയോജനകരമായ, മുൻപ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ആദരണീയനുമായ ബഹുമാനീയനും ആദരണീയനുമായ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിൽ ചാർജ് കൂടി ലഭിച്ച ഒരാളാണ് ഒരു പഞ്ചായത്തിന്റെ. അദ്ദേഹം ഒരു ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമാന്യനായ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനെ ഈ നാടിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ, ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ടെല്ലാം എനിക്ക് വ്യക്തിപരമായ സൗഹൃദവും ബന്ധവുമുണ്ടെങ്കിലും, ഒരു കലാലയത്തിൽ കോളേജ് യൂണിയൻ ചെയർമാനും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും പിന്നീട് അഖിലേന്ത്യാ NSU പ്രസിഡന്റായപ്പോഴും എന്നോടൊപ്പം എന്റെ ടീമിൽ ചേർന്ന് നിന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന
NSUIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, അങ്കമാലിയിൽ നിന്ന് 3ാം തവണ MLA ആയി വിജയിച്ച, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ റോജി M. ജോണിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ നാട് ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിന്റെ മകനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, കളമശ്ശേരിയുടെ ജനപ്രതിനിധി, പ്രിയങ്കരനായ ശ്രീ VE അബ്ദുൽ ഗഫൂറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. ഈ ജില്ലയിൽ നിന്നുള്ള MLA-മാർ, ഞാൻ എല്ലാവരുടെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നതിന് പകരം ഈ ജില്ലയിൽ നിന്നാണെങ്കിലും പാലക്കാടിന്റെ MLA ആയിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി, എറണാകുളത്തിന്റെ MLA ശ്രീ TJ വിനോദ്, പ്രിയങ്കരിയായ തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ്, ആലുവ MLA ശ്രീ അൻവർ സാദത്ത്, കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രൻ, പ്രിയപ്പെട്ട പെരുമ്പാവൂർ MLA ശ്രീ മനോജ് മൂത്തേടൻ, കൊച്ചി നഗരസഭയുടെ മുൻ മേയറും വൈപ്പിൻ നിയോജകമണ്ഡലം MLA-യുമായ ശ്രീ ടോണി ചമ്മണി, VD സതീശന് സ്വീകരണം നൽകിയാണ് എറണാകുളത്ത് പൗരാവലി. എന്തായാലും ജന്മനാട്ടിൽ വിപുലമായ സ്വീകരണമാണ് VD സതീശനെ കാത്തിരിക്കുന്നത്. സിനിമാ രംഗത്തെ മമ്മൂട്ടി അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്. എന്തായാലും വലിയ പ്രൗഢഗംഭീരമായ സദസ്സിലാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരണം നടക്കുന്നത്.